മരുഭൂമിയിൽ മനം തളരാതെ താങ്ങും മന്നവാ നിൻ കരം. മരുഭൂമിയിൽ മനം തളരാതെ താങ്ങും മന്നവാ നിൻ കരം. മഹിതിയിലാരും കൂടെയില്ലെന്നാലും മന്നവാ നീ അഭയം. മഹിതിയിലാരും കൂടെയില്ലെന്നാലും മന്നവാ നീ അഭയം. ഇരവിലും പകലിലും തണലായി തുണയായി നിന്മാർവാണൻ അഭയം. ഇരവിലും പകലിലും തണലായി തുണയായി നിന്മാർവാണൻ അഭയം. കാലിനു ദീപമായി പാതയിൻ വെളിച്ചമായി തിരുമൊഴികൾ നടത്തും നമ്മെ, തിരുമൊഴികൾ നടത്തും. മരുഭൂമിയിൽ മനം തളരാതെ താങ്ങും മന്നവാ നിൻ കരം. മഹിതിയിലാരും കൂടെയില്ലെന്നാലും മന്നവാ നീ അഭയം. മഹിതിയിലാരും കൂടെയില്ലെന്നാലും മന്നവാ നീ അഭയം. കർത്താവിൻ്റെ ഇതിൻ്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. May the name of our God be glorified today morning time. ഈ സഭയെ നടത്തുവാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട് ഇവിടെയാക്കി വെച്ചിരിക്കുന്ന ബഹുമാന്യ ദേവദാസൻ കുടുംബം, അദ്ദേഹത്തോടൊപ്പം ദൈവരാജ്യ വ്യാപനത്തിൽ അധ്വാനിക്കുന്ന ബഹുമാന്യരായ ദൈവദാസന്മാർ, ദൈവമക്കൾ എല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുകയാണ്. I extend my greetings to Pastor Tinku and his family and all the servants of God, men of God who are present here, and to everyone in the church. Once again in the name of our Lord and Savior Jesus Christ. നിങ്ങളോട് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് ഒരുക്കിയ ഒരവസരത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. I give all honor and glory to God and thank God for giving me one more opportunity to stand in midst of you all with the word. സമയപരിമിതി മുഖാന്തരം ദൈവം എന്നെ ഏൽപ്പിച്ച ദൂതിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്ന ആധാരമായിട്ട് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 7, 8, 9 വാക്യം. We have time constraints, but quickly I'd like to draw your attention to book of Acts chapter 15 verse 7 to 8. സഹോദരന്മാരെ, കുറേ നാൾ മുൻപേ ദൈവം നിങ്ങളിൽ വെച്ച് ഞാൻ മുഖാന്തരം ജാതികൾ സുവിശേഷ വചനം കേട്ട് വിശ്വസിക്കണമെന്ന് നിശ്ചയിച്ചത് നിങ്ങൾ അറിയുന്നുവല്ലോ. ഹൃദയങ്ങളെ അറിയുന്ന ദൈവം നമുക്ക് തന്നതുപോലെ അവർക്കും പരിശുദ്ധാത്മാവിനെ കൊടുത്തുകൊണ്ട് സാക്ഷി ആയി നിന്ന് വിശ്വാസത്താൽ അവരുടെ ഹൃദയത്തെ ശുദ്ധീകരിച്ചതിനാൽ നമുക്കും അവർക്കും തമ്മിൽ ഒരു വ്യത്യാസം വെച്ചിട്ടില്ല. After much discussion, Peter got up and addressed them. Brothers, you know that some time ago God made a choice among you that the Gentiles might hear from my lips the message of the gospel and believe. God, who knows the heart, showed that he accepted them by giving the Holy Spirit to them, just as he did to us. വളരെ അനുഗ്രഹിക്കപ്പെട്ട കർത്തൃമേശയോടുള്ള ബന്ധത്തിൽ ഒരു ദൈവവചനം നമ്മൾ കേട്ട് കഴിഞ്ഞു. And we already heard a very blessed message from the word of God. ക്രൂശീകരണത്തോടുള്ള ബന്ധത്തിൽ സകലതും നമ്മളെ സംബന്ധിച്ചിടത്തോളം സകലതും നിവൃത്തിയാക്കിയ ഒരു കർത്താവിനെ നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞു. And we were able to see a Jesus or a Christ or a Messiah who finished everything with regards to on the cross. അങ്ങനെ സകലതും നിവൃത്തീകരിച്ച ശേഷം ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗാരോഹണം ചെയ്യുന്നതിന് മുൻപ് കർത്താവ് നമ്മളോട് പറഞ്ഞ ഒരു പ്രത്യേക കാര്യമുണ്ട്. And before Jesus was taken up into the clouds, he told us few things. അത് നിങ്ങൾ കാത്തിരുന്ന വാഗ്ദത്ത പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. And you have to receive the promised Holy Spirit. ശക്തി പ്രാപിക്കണം. And you have to receive the power. സകല സത്യത്തിലേക്കും വഴി നടത്തുന്ന ദൈവാത്മാവിനെ പ്രാപിച്ചു നടക്കണം. And you have to receive the Holy Spirit and the Spirit of God which will lead you in all truth. 500-ൽ പരം ശിഷ്യന്മാരോട് ഏതാണ്ട് 40 ദിവസത്തോളം ദൈവം ദൈവരാജ്യത്തെക്കുറിച്ച് സംസാരിച്ച ശേഷം അവരോട് പറയുകയാണ്, നിങ്ങൾ വാങ്ങിപ്പോകാതെ യെരുശലേമിൽ വെച്ച് എന്നോട് കേട്ട ദൈവത്തിന്റെ വാഗ്ദത്തം നിങ്ങൾ കാത്തിരുന്ന് പ്രാപിക്കണം. And after addressing disciples many times and a crowd over 500 times before Jesus ascended to heaven, he
spoke these words. ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ വാഗ്ദത്തം എന്ന് പറയുന്നത് ഇവിടുത്തെ ഭൗതികമായ വിഷയമല്ല, അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. And as we are on this earth, the greatest blessing or the greatest promise which we can receive is not anything of this world, but the promised Holy Spirit. 500 പരം ശിഷ്യന്മാർ അത് കേട്ടെങ്കിലും ഇരിക്കുവാൻ താല്പര്യപ്പെട്ടത് 120 പേരാണ്. And even though at one point before Jesus ascended, over 500 listened to these words, but only 120 were ready. 380 പേര് കേട്ടു, പക്ഷെ സ്വീകരിച്ചില്ല, അനുസരിച്ചില്ല. അവരെവിടെയാണെന്ന് പുസ്തകത്തിൽ And രേഖപ്പെടുത്തിയിട്ടില്ല. 380 listened, but they did not give attention or they did not give heed to do that. We don't even know where they are. എന്നാൽ കാത്തിരിക്കാൻ താല്പര്യപ്പെട്ട 120 പേർ അവർ ഒരുമിച്ച് യെരുശലേമിൽ വന്ന് കാത്തിരിക്കുകയാണ്. But we see 120 who were ready to obey what Jesus told them before Jesus had ascended, and they are in Jerusalem and waiting. കാത്തിരിക്കുന്നത് വാഗ്ദത്തത്തിനു വേണ്ടിയാണ്. And they are waiting for this promised Holy Spirit. ആ വാഗ്ദത്തം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. And the promise is the promised Holy Spirit which is going to be upon them. കാത്തിരിക്കുന്നവരെ കുറിച്ച് പുസ്തകം പറഞ്ഞ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. And the 120 who were waiting and who were tarrying, we see the book says that they were praying. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് ഈ ഭൂമിയിൽ ലഭിക്കാവുന്ന ഏറ്റവും നല്ല വാഗ്ദത്തം. അത് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ കാത്തിരിക്കുന്നവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. And the greatest promise which you can receive on this earth is the Holy Spirit, the promised Holy Spirit. If you have not received, you have to wait for it. ദൈവസഭ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കേണ്ടത് ദൈവത്തിന്റെ ആത്മാവിനെ പ്രാപിക്കാനാണ്. And the church in these days need to pray for the Holy Spirit, ആത്മശക്തി പ്രാപിക്കാനാണ്. for the power of the Holy Spirit, ദൈവത്താൽ നടത്തപ്പെടുവാൻ വേണ്ടിയാണ്. to be led by God. ആത്മാവില്ലെങ്കിൽ നമുക്ക് തെറ്റും ശരിയും ബോധ്യമാകത്തില്ല. And if we don't have the Holy Spirit in us, we won't be able to discern from what is right and what is wrong. സത്യത്തിലേക്ക് വഴി നടത്തുവാൻ നമുക്ക് കഴിയണമെങ്കിൽ ആത്മാവിനെ And പ്രാപിക്കണം. we have to be led in all truth, that we need the help of the Holy Spirit. പിശാചിനോട് എതിർത്തു നിൽക്കണമെങ്കിൽ ദൈവശക്തി And പ്രാപിക്കണം. if we have to fight, we have to resist the devil, we need the Holy Spirit. 380 കാത്തിരിക്കാത്തത് കൊണ്ട് അല്ലെ അവരുടെ വന്നിട്ട് അല്ലെ ആത്മാവിനെ കൊടുക്കാമെന്ന് കർത്താവ് ചിന്തിച്ചില്ല. And yet God never thought like the 380 who never showed up, and once they come, God will give it to them. ആഗ്രഹത്തോടെ കാത്തിരിക്കുന്ന 120 പേര് മതി കർത്താവിന് ആത്മാവിനെ പകരാൻ. And God just need 120 who are waiting with that eagerness to receive the Holy Spirit. ആ കാത്തിരിക്കാത്ത 380 നിങ്ങൾക്കാണ് നഷ്ടം. കാത്തിരിക്കുന്ന 120 പേരെ നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിന്റെ ആത്മാവ് വരും. And the 380 who even listened but did not obey, you are at loss. ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്ന ഏത് കാര്യത്തിന്റെയും പ്രമാണം അതാണ്. And that is the rule which God has set before you receive anything from God. ആഗ്രഹിക്കുന്ന ആരുണ്ടോ അവർക്ക് വേണ്ടി ദൈവം തൃപ്തിപ്പെടുത്തുന്ന ദൈവത്തിന്റെ കരം And വെളിപ്പെടും. those who desire, those who have that eagerness to receive, God will fulfill them. നഷ്ടം അനുസരിക്കാത്തവർക്കാണ്. And the loss is for them who don't obey. നഷ്ടം കാത്തിരിക്കാത്തവർക്കാണ്. And the loss is for them who don't wait നഷ്ടം and who don't obey. പ്രാർത്ഥിക്കാത്തവർക്കാണ്. The loss is for those who don't pray. അനുസരിക്കുന്നവർ കാത്തിരിക്കുന്നവർ പ്രാർത്ഥിക്കുന്നവർ അവർക്ക് വേണ്ടി ദൈവശക്തി ഇറങ്ങി വരും. The one who obey, the one who wait, upon them the power of the Holy Spirit will come. ഹല്ലേലൂയ. അപ്പോസ്തലപ്രവർത്തന പുസ്തകം 2-ാം അധ്യായത്തിൽ കാത്തിരിക്കുന്നവരുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ട ദൈവസഭയുടെ ആരംഭം 2-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും. And in Acts chapter 2 we see the Holy Spirit came on those who waited. We see the inauguration of the church taking place there. അവർ ഇരുന്നിരുന്ന മുറി മുഴുവൻ നിറയപ്പെടുകയാണ്. And as they were sitting in that room, the entire room got filled. മുറിക്കകത്തിരുന്നവർ ഇപ്പോൾ ആത്മാവിനകത്തിരിക്കാൻ തുടങ്ങി. And the one who were in room, now they are completely covered by the Holy Spirit. ആത്മാവിനകത്ത് നീ കയറി കഴിഞ്ഞാൽ പിന്നെ നിന്നെ നടത്തുന്നത് പരിശുദ്ധാത്മാവാണ്. Once you enter the Holy Spirit, once the Holy Spirit covers you, is the Holy Spirit 2-ാം going to അധ്യായം lead. മുതൽ അടുത്ത 28 അധ്യായങ്ങളിലും നടത്തപ്പെടുന്നത് ആത്മാവിനാലാണ്. From chapter 2 of Acts till the chapter 28, they were led by the Holy Spirit. ആത്മാവിൽ നടത്തപ്പെടുന്നവരെ എങ്ങനെ തിരിച്ചറിയാം? And how will you be able to see or be able to identify who are led by the Holy ആ Spirit? 28 അധ്യായങ്ങൾ നിങ്ങൾ നോക്കിയാൽ ആ ആത്മാവിനെ നിറയപ്പെട്ടവർ നടക്കുമ്പോഴൊക്കെ അവരുടെ പുറകെ അത്ഭുതങ്ങൾ വെളിപ്പെടുകയാണ്. And the one way to identify them is as they move, there'll be signs and wonders and miracles taking place. അവരാരും അത്ഭുതങ്ങളുടെ പുറകെ പോയിട്ടില്ല. And they all never followed any miracles, but miracles were following ആത്മാവിനെ them. അനുസരിച്ച് നടക്കുന്നവരുടെ പുറകെ അത്ഭുതങ്ങൾ And വരികയാണ്. if you are being led by the Holy Spirit, miracles and signs and wonders will follow you. അവർ പറയുന്നു യേശുവിന്റെ നാമത്തിൽ എന്ന് പറയുമ്പോൾ അത്ഭുതങ്ങൾ വെളിപ്പെടുകയാണ്. Oh, when they say in the name of Jesus, let this happen, things will take place. അവരുടെ റുമാൽ കൊണ്ടുപോകുന്നിടത്തൊക്കെ അത്ഭുതങ്ങൾ Oh, നടക്കുകയാണ്. wherever their kerchiefs went, the miracles took place. 40 വർഷത്തെ ദൈവസഭയുടെ ചരിത്രത്തിൽ 28 അധ്യായത്തിൽ ഉപവാസ പ്രാർത്ഥന അത്ഭുതങ്ങൾക്ക് വേണ്ടിയായിരുന്നില്ല. And for the 40 years of church history, in those 28 books, the fasting prayers were never for miracles. ആത്മാവിനനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കുവാൻ അവർ
ഉപവസിച്ചിട്ടുണ്ട്. And they all fasted always to be led by the Holy Spirit to take decisions. പക്ഷേ രോഗികൾ സൗഖ്യമാകാൻ വേണ്ടി ഒരു ഉപവാസ പ്രാർത്ഥന But they never ഉണ്ടായിരുന്നില്ല. had any fasting prayer for the sick to be healed. കാരണം നിയന്ത്രിക്കുന്നത് ആത്മാവാണെങ്കിൽ ആത്മാവിന്റെ അത്ഭുതങ്ങൾ പുറകെയുണ്ട്. Because if you are being controlled by the Holy Spirit, the miracles and signs will follow. ദൈവത്തിന്റെ മക്കളെ, ദൈവാത്മാവിൽ ഞാൻ പറയട്ടെ, പരിശുദ്ധാത്മാവാണ് സഭയെ നിയന്ത്രിക്കുന്നതെങ്കിൽ, പരിശുദ്ധാത്മാവാണ് കുടുംബത്തെ നിയന്ത്രിക്കുന്നതെങ്കിൽ, പരിശുദ്ധാത്മാവാണ് വ്യക്തികളെ നിയന്ത്രിക്കുന്നതെങ്കിൽ നിങ്ങൾ അത്ഭുതങ്ങളുടെ നടക്കുന്നവരായി മാറുകയാണ്. Oh dear children of God, dear church, let me tell you, if you are being led by the Holy Spirit, if your family is being led by the Holy Spirit, signs and wonders are going to follow. 28 അധ്യായങ്ങളിൽ 40 വർഷത്തെ ആത്മാവിൽ നടക്കുന്ന ദൈവസഭയുടെ ചരിത്രം എഴുതുമ്പോൾ ആ ചരിത്രത്തിന് അപ്പോസ്തല പ്രവർത്തികൾ എന്ന പേര് വരാൻ കാരണം അപ്പോസ്തലന്മാരുടെ ദൈവത്തിന്റെ സഭയിലൂടെ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിച്ച പ്രവർത്തികളുടെ ചരിത്രമാക്കിയത് And 40 years of church history is in this book, and that's why this book got the name Acts of the Apostles. ആത്മാവിൽ നടത്തപ്പെടുമ്പോൾ തന്നെ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്, പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. And if you are being led by the Holy Spirit, one thing which always wonders me, there will be problems. 6-ാം അധ്യായത്തിൽ ഇന്നത്തെ കാലത്ത് പറയുകയാണെങ്കിൽ സഭ ചിന്നിച്ചിതറുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി. And in the chapter 6 we see the church got split, people were separated, they were all displaced in different places. പക്ഷങ്ങൾ രണ്ടായിട്ട് മാറി ഭിന്നത വെളിപ്പെടാൻ തുടങ്ങി. And there were divisions, it got split into two groups. പക്ഷേ പരിഹരിക്കാൻ പുറത്തുനിന്ന് ഒരാളെ വിളിക്കേണ്ട ഗതികേട് But they did വന്നില്ല. not have to call someone from outside to handle this. കാരണം അകത്തുള്ള ആത്മാവ് തന്നെ പ്രശ്നങ്ങൾക്ക് പരിഹാരം The Holy വരുത്തി. Spirit which was present in midst of them, it was helping them. 15-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ച 15-ാം അധ്യായത്തിൽ തർക്കമുണ്ടായി, വളരെ വലിയ തർക്കമുണ്ടായി. And in chapter 15 which we read, there was a great deal of discussion and a great debate and argument which broke. അവിടെയും പരിഹരിച്ചത് പുറത്തുനിന്നല്ല, പരിഹരിച്ചത് അകത്തുള്ള And ആത്മാവാണ്. the resolution there was by Holy Spirit, it was not by bringing someone from എന്നെ outside. കേൾക്കുന്ന ദൈവസഭയെ, ദൈവസഭയിൽ ആത്മാവാണ് നടത്തപ്പെടുന്നതെങ്കിൽ അകത്തേത് പ്രശ്നമുണ്ടെങ്കിലും പരിഹരിക്കാൻ ആത്മാവ് ഇറങ്ങി Oh വരും. dear church of God, if you are being led by the Holy Spirit, you need the Holy Spirit to solve any problems which കാരണം ഈ arise. ആത്മാവ് സകല സത്യത്തിലേക്കും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവാണ്. And this is the Holy Spirit which will lead you into all truth. അങ്ങനെയുള്ള ഒരു പ്രശ്നമാണ് ഈ 15-ാം അധ്യായത്തിൽ. And that is a type of problem which we see in chapter 15 of Acts. അത് അന്ത്യോക്യയിൽ സഭയിലേക്ക് യഹൂദ്യരായ കുറെ പേര് വന്ന് ജാതികളായ ആളുകൾ സഭയ്ക്കകത്ത് വന്നപ്പോൾ ചില നിയന്ത്രണങ്ങൾ വെക്കുകയാണ്. And in the church in Antioch, some Jewish people are putting some restraints from Gentiles to enter. അതിന്റെ പശ്ചാത്തലങ്ങൾ ഒത്തിരി പറയാൻ സമയമില്ല. And I don't have time to say the background of it. 15-ാം അധ്യായം 1, 2, 3 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ അത് മനസ്സിലാകും. And verse 1 to 3 of chapter 15, if you read, you will be able to understand. നിയന്ത്രണം എന്താണെന്ന് ചോദിച്ചാൽ അത് യഹൂദന്മാരല്ലാത്തവർ വരുമ്പോൾ, രക്ഷിക്കപ്പെട്ടു വരുമ്പോൾ അവര് മോശയുടെ നിയമപ്രകാരമുള്ള പരിച്ഛേദന കഴിച്ച് അങ്ങനെ യഹൂദരായിട്ട് മതി അല്ലെ രക്ഷയിലേക്ക് വരുന്നത് എന്നുള്ള ഒരു നിയന്ത്രണം ഉണ്ടാക്കി വെക്കുകയാണ്. And the restraint or the rule which was being brought by the Jewish people or some of the Jewish converts in the church in Antioch is, if some Gentiles come, they need to have the circumcision. ദൈവസഭയെ രക്ഷയിലേക്ക് കടന്നു വരാൻ, യേശുക്രിസ്തുവിനെ സ്വീകരിക്കാൻ ഹല്ലേലൂയ ഹൃദയം കൊടുക്കുന്നതല്ലാതെ വേറെ ഒരു നിയന്ത്രണവും പുതിയ സഭയിലില്ല. And to receive salvation, if you have to come to Jesus, you just have to give your heart to Jesus. There is no other rule, there is no other condition which ഈ follows. യഹൂദ്യരായ ആളുകൾ ചില നിയന്ത്രണങ്ങൾ, അവർ പറയാ മോശയുടെ നിയമപ്രകാരമുള്ള ചില പരിച്ഛേദനകൾ കഴിച്ചിട്ട് മതി ഹല്ലേലൂയ രക്ഷയിലേക്ക് വരുന്നത്. And here we see some Jewish people are bringing this teaching, you accept Christ, but salvation you can only receive if you have the law of Moses of circumcision also apply. എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഇവർ പഴയ ചില പാരമ്പര്യങ്ങളെ പിടിച്ച് പിടിക്കുന്നവരാ. Oh, that means they are still holding on to some of the old traditions. അങ്ങനെയുള്ള ആളുകൾ ഇന്നും ഉണ്ട് കേട്ടോ. And you see some of those people still today in the ഈ church. യഹൂദന്മാരുടെ ഒരു ചിന്തയുണ്ട്, ഞങ്ങളുടെ പിതാവാണ് അബ്രഹാം. And so these Jewish people have a thought, their father, their forefather is Abraham. ഞങ്ങളുടെ നായകനാണ് മോശ. And our leader was Moses. ന്യായപ്രമാണം കിട്ടിയത് ഞങ്ങൾക്കാണ്. And we are the ones who received the law from God. അത്ഭുതങ്ങളെല്ലാം കിട്ടിയത് ഞങ്ങളുടെ അപ്പച്ചന്മാർക്കാണ്. And our great fathers, they received all these great miracles. ഒത്തിരി പാരമ്പര്യത്തിനകത്ത് കയറിയിരിക്കുക. And they are into all of these traditions. ഫ്രീ ആയിട്ട് കിട്ടി എന്ന് കേട്ടതുപോലെ നിവർത്തിയാക്കിയ രക്ഷയുടെ അനുഭവത്തിലേക്ക് അവർ ഇതുവരെ വന്നിട്ടില്ല. And they have not come to this experience of salvation which was given by free എന്നെ by കേൾക്കുന്ന Jesus. ദൈവത്തോട് ഞാൻ പരിശുദ്ധാത്മാവിൽ പറയാം, പാരമ്പര്യങ്ങളെ എല്ലാം മാറ്റിവെച്ചുകൊണ്ട് ദൈവത്തെ ഉയർത്താൻ And തീരുമാനിക്കണം. let me tell you, dear children of God, we have to set aside all this tradition and we have to raise the name of God up high. അപ്പച്ചന്മാരുടെയും സംഘടനകളുടെയും ഒക്കെ കാര്യം പറഞ്ഞ് സമയം കളയാതെ ഈ കിട്ടുന്ന അവസരത്തിൽ ദൈവത്തെ ഉയർത്തണമെന്ന്
don't spend time on speaking about tradition and thinking about it, but raise the name of God upon high. അവിടെ അങ്ങനെ തർക്കം വന്നപ്പോൾ ആ തർക്കം പിന്നീട് യെരുശലേമിലെ അവരുടെ നേതൃതലത്തിലേക്ക് കൊണ്ടുവന്ന ചരിത്രമാണ് 15-ാം And അധ്യായത്തിൽ. the chapter 15 speaks about this argument reaching the leaders who were in Jerusalem. The church leaders are being made aware about this, and they have been consulted. അവിടെ പൗലോസും ബർന്നബാസും അവർ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഇതിനെതിരായി നിൽക്കുന്നവരുടെ വലിയ തർക്കമുണ്ടായെന്ന And there was a great debate or argument which broke between Paul and Barnabas and against the people. ആ തർക്കം പരിഹരിക്കുവാൻ പത്രോസ് എഴുന്നേൽക്കുകയാണ്. And we see Peter is rising up to resolve this dispute. 10-ാം അധ്യായത്തിൽ തന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കുടുംബത്തിൽ സംഭവിച്ച വിഷയത്തെ ജാതീയനായ കൊർന്നല്യോസിന്റെ ഭവനത്തിൽ തന്നെ കൊണ്ടുപോയി നിർത്തി പ്രസംഗിപ്പിച്ച് അവിടെ വെച്ച് സംഭവിച്ച ദൈവപ്രവർത്തികളുടെ ചരിത്രം അറിയാവുന്ന പത്രോസ് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ എഴുന്നേറ്റ് പറയാണ്, ദൈവം നിശ്ചയിച്ചത് ഈ സഭയിൽ നടക്കൂ. And Peter, in his life we see the experience which took place by God in the house of Cornelius, who was a Gentile, and now Peter is standing up again in chapter 15, is speaking from his experience. ശരിക്കും കേട്ടോ, പുതിയ നിയമസഭയിൽ പാരമ്പര്യ രീതിയിലല്ല നടക്കുന്നത്. പുതിയ നിയമസഭയിൽ ദൈവം എന്ത് തീരുമാനിക്കുന്നു അതേ നടക്കത്തുള്ളൂ. The New Testament church walks not according to traditions but what God says. 3 കാര്യങ്ങളാണ് അതിനകത്തൂടെ ദൈവത്തിന്റെ ആത്മാവ് പറയാൻ. And 3 things the Holy Spirit wants to bring out from this passage. അതിനകത്ത് ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ചില ദൂതുകൾ ചില കുടുംബത്തോട് ദൈവത്തിന്റെ ആത്മാവ് പറയും. And it might be a word of counsel to some families here. ആ വായിച്ച 15-ാം അധ്യായം 7-8 വാക്യത്തിനകത്ത് 3 കൂട്ടം കാര്യങ്ങളുണ്ട്. And in the verse 7 and 8 of chapter 15 there are 3 things which I like to draw your attention. നമ്മുടെ ജീവിതത്തിൽ ദൈവം നിശ്ചയിച്ചതേ നടക്കൂ. And the first thing is whatever God determined, that only will take place in our life. 2, ദൈവം നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്ന And ദൈവമാണ്. the second thing is God knows our heart, he sees our heart. 3, നമ്മുടെ ദൈവം ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുന്ന And the ദൈവമാണ്. third is the God purifies our heart. ഇത് 3ഉം വെളിപ്പെടുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ വെളിപ്പെടും. When these all 3 things are revealed, you'll see a miracle in your ഒരിക്കൽ life. കൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ചില കുടുംബങ്ങളെ നോക്കിക്കൊണ്ട് ദൂത് ഞാൻ വിളിച്ചു പറയുകയാണ്, നിങ്ങൾ നിരാശപ്പെടണ്ട, ഭാരപ്പെടണ്ട, താമസിക്കുന്നതോർത്ത് ദുഃഖിക്കണ്ട, ദൈവം നിശ്ചയിച്ചതേ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കത്തുള്ളൂ. Oh, in the spirit, let me bring you this counsel of God. You don't need to be worried. And I'm speaking to some families. Whatever God has determined, that only will take ദൈവം place. എന്താണ് നിങ്ങളെ കുറിച്ചോ നിങ്ങളുടെ കുടുംബത്തെ കുറിച്ച് നിങ്ങളുടെ തലമുറയെ കുറിച്ച് നിങ്ങളുടെ ഭാവിയെ കുറിച്ച് നിശ്ചയിക്കുന്നതെന്ന് ഇരമ്യാവിൽ പറയുന്നത് അത് ശുഭഭാവിയാണ്, അത് ശുഭഭാവിയാണ്, അത് ശുഭഭാവിയാണ്. And whatever God has purposed or whatever God has determined for you is of a good future, as we see in the book of Jeremiah. തക്ക സമയത്ത് അവൻ നിശ്ചയിച്ചത് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുമെന്ന് വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം And all ചെയ്താട്ടെ. those who believe that God will bring that to pass at the right time may raise their hand and praise God. ഹല്ലേലൂയ. പെട്ടെന്ന് ദൈവാത്മാവ് കൊണ്ടുവന്നു. അവൻ ഊതി കാറ്റടിപ്പിച്ച് കടലിൽ നിന്ന് കാടപ്പക്ഷിയെ പാളയത്തിൽ എത്തിച്ചു എന്ന്. And we see how quickly the wind came and it brought down all those quails and they were lying in front of the tent. ആരാധിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി And the one who worshiped the God, മേഘത്തിന്റെ പുറകെ മേഘത്തെ നോക്കി ദൈവസാന്നിധ്യത്തെ നോക്കി നടക്കുന്ന ദൈവമക്കൾക്ക് and the വേണ്ടി children of God who follow the presence of God just like the pillar of cloud, മരുഭൂമിയിൽ ആരാധിച്ച് നടക്കുന്ന ദൈവമക്കൾക്ക് and വേണ്ടി the children of God who worship God in even desert like place, ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് മുൻപോട്ട് പോകുന്ന oh, the ദൈവമക്കൾക്ക് children of വേണ്ടി God who just trust in God. ഹല്ലേലൂയ. ദൈവം ചെയ്ത അത്ഭുതങ്ങളെ കുറിച്ച് ദൈവാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. And we see Holy Spirit is writing down all the great things which God did for them in the book. ഇന്ന് പകൽക്കാലം ചില കുടുംബത്തിനകത്തേക്ക് അത് കയറി വരാൻ പോകുകയാണ്. Oh, let that experience enter into the hearts of some അത് families. കാത്തിരുന്ന പ്രാർത്ഥനയുടെ മറുപടിയായി വെളിപ്പെടാൻ And പോകുകയാണ്. let it be revealed as an answer to the prayer. ദൈവം നടത്തി ഹല്ലേലൂയ ചെങ്കടലിലൂടെ നടത്തി ആ മരുഭൂമിയിലൂടെ നടത്തി ഹല്ലേലൂയ പാളയം അടുപ്പിച്ച് അവിടെ കിടത്തിയിരിക്കുന്ന ദൈവജനം. And we see the children of God who God led, for whom God parted the Red Sea, for whom God had the pillar of cloud and the pillar of fire. Now they are in the tent. അവർ പാളയത്തിനകത്ത് കിടക്കുമ്പോൾ And as they are in a tent in the desert land. ദൈവത്തിലെ ആരാധിക്കുന്ന നീ പാളയത്തിനകത്തിരിക്കുമ്പോൾ And as you children of God, you are in the tent. ദൈവം ഉറങ്ങിക്കിടക്കുകയല്ല. And you don't think that God is asleep. ദൈവാസന പരിശുദ്ധാത്മാ പറയുന്നു ചിലർക്ക് വേണ്ടി ദൈവം ചില അത്ഭുത പ്രവർത്തികളെ Man വെളിപ്പെടുത്തുകയാണ്. of God, Holy Spirit is saying like this, for some God is going to do great things. നീ ഇവിടെ അറിയാതെ ആരാധിച്ച് ക്ഷീണിച്ച് ഇവിടെ കിടക്കുമ്പോൾ അല്ലെങ്കിൽ മറുഭാഗത്ത് ദൈവം ചിലതിനെ വെളിപ്പെടുത്താൻ And പോകുകയാണ്. as you are in the tent, you are tired of the circumstances, yet worshiping God. God is going to reveal ദൈവം ചിലതിനെ things. ഉളവാക്കാൻ പോകുകയാണ്. God is going to bring some things to come. ദൈവം ചിലതിനെ സൃഷ്ടിക്കാൻ God is പോകുകയാണ്. going to create some things for you. ഇവിടെ അതാ സംഭവിച്ചിരിക്കുന്നത്. That is what took place here. ഹല്ലേലൂയ. അവിടെ ദൈവജനം ആരാധിച്ച് ദൈവം പറഞ്ഞതുപോലെ മേഘം നിൽക്കുമ്പോൾ കൂടാരമടിച്ച് അവിടെ കിടക്കുമ്പോൾ ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? സമുദ്രത്തിന്റെ അടിത്തട്ടിലൂടെ ആഴത്തിൽ പാഞ്ഞുപോയ ഒരു
ലിവ്യാഥാൻ എന്ന് പറഞ്ഞ മഹാമത്സ്യത്തെ അവിടെ വെച്ച് തകർക്കുകയാണ്. And we see as these people are in the tent, they are in the desert land and they don't know how to go move ahead. We see how God is doing a great thing for them in the water. ഇതൊന്നും അറിയാതെ ഈ ആ പാളയത്തിനകത്ത് ദൈവജനം ആരാധിച്ചവരവിടെ കിടക്കുമ്പോൾ ദൈവം ലിവ്യാഥാൻ എന്ന് പറഞ്ഞ മഹാമത്സ്യത്തെ തകർത്ത് അതിന്റെ മാംസം സമുദ്രത്തിന് മുകളിൽ പൊങ്ങി വന്നപ്പോ ഇറങ്ങിച്ചെന്നതിന് ചിറക് വെച്ചു കൊടുത്തതിന് ജീവൻ കൊടുക്കുകയാണ്. And we see how in the waters we have the great fish Leviathan. God is killing them and we see there's a meat come up. God is giving life to the meat which is floating on the water. ജീവൻ ലഭിച്ച കാടപ്പക്ഷികൾ അവർക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് പറക്കാൻ നോക്കിയപ്പോൾ ഇല്ലില്ല, ദൈവം നിശ്ചയിച്ചത് നിന്റെ പാളയത്തിൽ എത്തിക്കാൻ വേണ്ടിയാ. As these quail, as these birds are coming and feeding on those, the birds wanted to fly somewhere else, but God determined these birds should fly and come near to the tents. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചില കുടുംബങ്ങളെ നോക്കിക്കൊണ്ട് ദൂത് വിളിച്ചു പറയുന്നു. And the Spirit of God is looking at some families and speaking this counsel. നിനക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടത് നിന്റെ കയ്യിൽ വെളിപ്പെടാതെ പറന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. And whatever is formed for you, whatever is created for you, God will not allow those things to go away or fly away. നീ പ്രതീക്ഷിച്ച ചിലത് നിന്റെ കയ്യിൽ ലഭിക്കാതെ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് വേണ്ടിയുള്ളതല്ല, നിനക്ക് വേണ്ടിയുള്ളത് പറന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. And if you were expecting some things to happen but they flew away, maybe that was not God's plan for you. ഓ, നീ അതിനെ തേടി നടക്കേണ്ട കാര്യമില്ല. നീ ആരാധിക്കുന്നവനാണെങ്കിൽ, ദൈവത്തെ അനുസരിക്കുന്നവനാണെങ്കിൽ അതിനെ കാറ്റടിപ്പിച്ച് പുസ്തകം പറയുന്നു അവൻ ഊതി കിഴക്കോട്ടും വടക്കോട്ടും പടിഞ്ഞാറോട്ടും പറക്കാൻ ആഗ്രഹിച്ച പക്ഷികളെ, കാടപ്പക്ഷികളെ സൃഷ്ടിക്കപ്പെട്ടതിനെ ദൈവം ഊതി കാറ്റടിപ്പിച്ചു. ആ കാറ്റടിപ്പിച്ചപ്പോൾ ആ കാറ്റിനനുസരിച്ച് അത് പാളയത്തിനകത്ത് കൊണ്ടുവന്ന് എത്തിക്കാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ നിനക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടത് നഷ്ടപ്പെട്ടു പോകാതെ നിന്റെ കരങ്ങളിൽ നീ ഇരിക്കുന്നിടത്ത് കൊണ്ടുവന്ന് എത്തിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് കഴിയുമെന്ന് വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ചു ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. ഈ ദിവസങ്ങൾ അത്ഭുതങ്ങൾ വെളിപ്പെടട്ടെ. Holy Master, we love you, Lord. കരങ്ങളെ അടിച്ചത് സ്വീകരിച്ചു. ഇന്ന് രാത്രി, ഇന്ന് പകൽക്കാലം കർത്താവിന്റെ ആത്മാവ് നിനക്ക് വേണ്ടി ചില അത്ഭുതങ്ങളെ സൃഷ്ടിച്ച് ആത്മാവ് തന്നെ അത് നിന്റെ പാളയത്തിൽ എത്തിക്കും. പുസ്തകം പറയുന്നത് അത് പാളയത്തിൽ എത്തിച്ചു. And we see the book tells us that these birds, God made them to come near the tents. നീ കാത്തിരുന്നയിടത്ത് തന്നെ, and the place where you were awaiting, നിന്റെ വീടിന്റെ മുൻപിൽ തന്നെ, in front of your tent, അത് പറന്ന് നടക്കാൻ തുടങ്ങി. and it started flying. ഇന്ന് പകൽക്കാലം അത് പ്രതീക്ഷിക്കുന്ന എത്ര പേരുണ്ട്? And how many of you expect that experience? അത് നിനക്ക് വേണ്ടി കാത്തിരുന്ന ഒരു ഫോൺ വിളിയായി വെളിപ്പെടട്ടെ. And let it be like come as a phone call. അത് നിനക്ക് വേണ്ടി അത് മൂവ് ചെയ്യുന്ന ഒരു പേപ്പറായിട്ട്, ഒരു ലെറ്റർ ആയിട്ട് വെളിപ്പെടട്ടെ. let that come as a paper which has been stuck and now started to move in your life. അതൊരു നല്ല വാർത്തയായി വെളിപ്പെടട്ടെ. let it be revealed as a good news. ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന അനുഭവമായി വെളിപ്പെടട്ടെ. let it become an experience where you praise God. നീ പ്രതീക്ഷിക്കുന്നതിൽ അപ്പുറമായ ഒരു അത്ഭുതമായി വെളിപ്പെടട്ടെ. let it be a miracle much more than what you expected. സംഭവിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. and let it happen, I praise God. എൻ്റെ ദൈവം നിശ്ചയിച്ചതേ നടക്കത്തുള്ളൂ. and whatever God has determined that only will take place. കരം കൊടുത്ത് പറ, ദൈവം നിശ്ചയിച്ചതേ നടക്കത്തുള്ളൂ. can you give hand to the person sitting next to you and say whatever God determined will take place? ദൈവദാസനെ ആരെന്ത് പറഞ്ഞാലും ദൈവം നിശ്ചയിച്ചതേ നടക്കത്തുള്ളൂ. man of God, whatever God has determined that will take place. ഏത് പിശാച് എന്ത് പറഞ്ഞാലും എന്ത് പ്രവർത്തിച്ചാലും നമുക്ക് പറയാൻ ഒരു കാര്യമുണ്ട്, ദൈവം നിശ്ചയിച്ചതേ നടക്കത്തുള്ളൂ. not what the devil says but what God says. സാത്താൻ എന്ത് പറഞ്ഞാലും നീ തിരിച്ചു പറ, എൻ്റെ ദൈവം നിശ്ചയിച്ചതേ നടക്കത്തുള്ളൂ. the devil says, you have to counter it and say whatever God has purposed that will take place. കാരണം കൺട്രോൾ എൻ്റെ ദൈവത്തിന്റെ കയ്യിലാണ്. because God has the ultimate control. എൻ്റെ കുടുംബത്തിന്റെ കൺട്രോൾ ദൈവത്തിന്റെ കയ്യിലാണ്. the control of my family is with God. എൻ്റെ സഭയുടെ കൺട്രോൾ ദൈവത്തിന്റെ കയ്യിലാണ്. the control of my church is with God. എന്നെ നിയന്ത്രിക്കുന്ന ദൈവത്തിന്റെ ആത്മാവാണ്. what is controlling me is the Spirit of God. ആത്മാവിൽ ചലിക്കുന്നവന്റെ നിയന്ത്രണം ദൈവത്തിന്റെ കയ്യിലാണ്. the one who are being led by the Holy Spirit, the control is with God. അതിനനുസരിച്ച് ഞാൻ ചലിച്ചാൽ അത്ഭുതങ്ങൾ എൻ്റെ പുറകെ ചലിക്കും. if I move accordingly, the miracles and signs will follow me. സന്തോഷമുള്ളവർ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. all those who are glad may praise God. ഒന്ന്, ദൈവം നിശ്ചയിച്ചത് നടക്കും. The first thing, whatever God determined, that will only come to pass. രണ്ട്, ദൈവം ഹൃദയങ്ങളെ അറിയുന്ന ദൈവം. The second is God sees the heart. അത് വലിയ വിഷയമാണ്. that is a great topic. ഇന്ന് ഹൃദയങ്ങളെ അറിയുന്ന ദൈവത്തെ നമുക്കറിയത്തില്ല. and today we don't know this God who knows our heart. ആ ബോധ്യമുണ്ടെങ്കിൽ നമ്മുടെ അഭിനയങ്ങളെല്ലാം അസ്തമിക്കും. if you have that complete awareness, then all your acting will stop. എൻ്റെ ദൈവം എൻ്റെ ഹൃദയത്തെ അറിയുന്നവനാണെന്നുള്ള ബോധ്യം എനിക്കുണ്ടെങ്കിൽ എൻ്റെ എല്ലാ അഭിനയങ്ങളും അവസാനിക്കും. if you have that awareness
awareness that this God knows your heart, all your pretense will stop. കാരണം ആത്മീയം വാഗൊണ്ടല്ല, And because the spirituality is not by the word of mouth, ആത്മീയം നാവ് കൊണ്ടല്ല, and the spirituality is not by using your tongue, ആത്മീയം ഹൃദയം കൊണ്ടാണ്. and the spirituality comes from your heart. അതുകൊണ്ടാണ് ദാവീദ് സ്വയം പറഞ്ഞത്, എൻ മനമേ യഹോവയെ വാഴ്ത്തുക. And that's why David cries out, my heart, worship this God. അവനറിയാം മനസ്സും ഇല്ലെങ്കിൽ അതിൽ പാട്ടിനർത്ഥമില്ല. And David knows if he does not sing from his heart, then the songs are worthless. ഹൃദയമില്ലെങ്കിൽ പ്രസംഗത്തിന് അർത്ഥമില്ല. And if your heart is not right with God, that the speech is the speaking is waste. The ആത്മീയം മുഴുവൻ അടിസ്ഥാനപ്പെടുന്നത് ഹൃദയത്തോട് ബന്ധപ്പെട്ട. foundation of the spirituality is all from your heart. ഇസ്രായേൽ മക്കൾ പരാജയപ്പെടാൻ കാര്യം ദൈവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. And the reason why Israelites failed, the word of God tells us. യെശയ്യാ പ്രവാചകൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. And in the book of the prophet Isaiah it shows it. മത്തായിയിൽ യേശു കർത്താവ് അത് വീണ്ടും എടുത്ത് In ആവർത്തിച്ചിട്ടുണ്ട്. the book of Matthew again, Jesus brings this out and says, അവിടെ കൊടുത്തിരിക്കും, അവർ അധരം കൊണ്ടും വാ കൊണ്ടും അധരം കൊണ്ടും എന്നെ ബഹുമാനിക്കുന്നു, ഹൃദയം കൊണ്ട് എന്നോട് അകന്നിരിക്കുന്നു. and Jesus says, like the Israelites, they speak from their mouth, but they worship from the mouth, but from their heart is far away. ഈ കാലഘട്ടത്തിലെ പെന്തക്കോസ്ത് സമൂഹത്തിന് പറ്റിയ ഏറ്റവും വലിയ പരാജയം എന്ന് വെച്ചാൽ ഹൃദയമില്ലാത്ത അലലിയ വാ കൊണ്ടുള്ള പ്രവർത്തികളാണ്. And that is the biggest defeat which has come in the Pentecostals is they speak from the mouth, worship from the mouth, but heart is far away from God. ദൈവത്തിലെ ആത്മീയ വിഷയങ്ങൾ ഹൃദയവുമായി കണക്റ്റഡ് ആണ്. And the spiritual matters are always connected with the heart. രക്ഷിക്കപ്പെടുന്നത് ഹൃദയം കൊണ്ടാണ്. And you receive salvation from your heart. ഹൃദയത്തിൽ വിശ്വസിച്ചു വാ കൊണ്ടിട്ട് പറയണം. And you believe in your heart and you speak from your mouth. യേശു കർത്താവ് പറഞ്ഞു, ഏറ്റവും വലിയ കൽപ്പന ഏതാന്ന് ഒരു പരീക്ഷ ശാസ്ത്രി വന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞെന്ന് പറയാ, നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ. When a scribe came and asked Jesus, what is the greatest law? Jesus says, from your heart you have to love. എല്ലാ കാര്യങ്ങളും ആ പ്രാർത്ഥന ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുന്നു. And your prayer should be from your heart. അതിനെ കുറിച്ച് പറഞ്ഞു, അവൾ ഹൃദയം കൊണ്ട് പ്രാർത്ഥിച്ചു. And where we read like he prayed from his heart. പ്രമാണം ഇരിക്കേണ്ടത് പുസ്തകത്തിനകത്തല്ല. And the law is not on the books. പ്രമാണം കാണാതെ പഠിച്ചുകൊണ്ട് കാര്യമില്ല. And if you just know the law by heart, it doesn't matter. പഠിച്ചാൽ നല്ലത്. And if you read, it's good. പക്ഷേ അതുകൊണ്ട് ജയിക്കാൻ പറ്റിയല്ല. But you can't win just by law. അത് ശദ്രക്ക് മേശക്ക് അബേദ്നെഗോയോട് ചോദിച്ചാൽ മതി. And you just need to ask Shadrach, Meshach, Abednego. അവിടെ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്. And there it's written like this. അത് രാജാവ് കഴിക്കുന്ന ഭക്ഷണം കൊണ്ടും രാജാവ് കുടിക്കുന്ന പാനീയം കൊണ്ടും ഞങ്ങളെ തന്നെ അശുദ്ധമാക്കിയില്ല എന്ന് അവർ ഹൃദയത്തിൽ നിശ്ചയിച്ചു. Oh, we see those three Hebrew boys, they said, we will not defile ourselves with the food and the drinks which the king drinks. And that is what they purposed. They were determined from their എന്ന് heart. പറഞ്ഞാൽ പ്രമാണം കുഞ്ഞുങ്ങളുടെ അകത്തിരിപ്പുണ്ടായിരുന്നു ഹൃദയത്തിൽ. So that means these three Hebrew boys had the law of God imprinted in their heart. അത് ഏത് കോളേജിൽ പോയാലും മാറിപ്പോകത്തില്ല. And it will not change no matter which college you go. പാസ്റ്റർമാർ ഇല്ലാത്തടത്ത് പോയാൽ തകർന്നു പോകത്തില്ല. And if you are in a place where there is no pastor, no church, you will not be destroyed. ആരാധനയുടെ അവസരങ്ങൾ നഷ്ടപ്പെടുമ്പോൾ ഇല്ലാതെയായി പോകത്തില്ല. And if you lose chances to do certain things of worship, it will not lose. കാരണം അവരുടെ അകത്ത് ഉപദേശം ഇരിക്കുന്നത് പുസ്തകത്തിലല്ല, പാസ്റ്റർമാരുടെ പുൽപിറ്റിലല്ല, അത് കേൾക്കുന്ന പ്രസംഗത്തിലല്ല, പിന്നെയോ അവരുടെ ഉള്ളിൽ അതുണ്ട്. Because they had the whole doctrines not in the book or in somewhere, but they held the laws in their heart. അതാണ് എമ്മോസിലേക്ക് പോയ ശിഷ്യന്മാരോട് യേശു കർത്താവ് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ അത് യേശുവാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവര് പറഞ്ഞൊരു കാര്യമുണ്ട്, അവൻ നമ്മളോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഹൃദയം കത്തിക്കൊണ്ടിരുന്നു. And that is what the two disciples who were on their way to Emmaus spoke as Jesus was speaking to them. It was burning in their heart. ദൈവവചനം നമ്മുടെ ഹൃദയത്തോട് ബന്ധപ്പെടണം. And the word of God should be linked to our heart. എത്ര വലിയ പ്രശസ്തം വന്ന് ഈ പുൽപിറ്റിൽ നിന്ന് പ്രസംഗിച്ചാലും നിന്റെ ഹൃദയത്തോട് അത് ബന്ധപ്പെടുന്നില്ലെങ്കിൽ അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. Oh, there may be great men of God who may come and speak from this pulpit, but if it does not reaches your heart, it's of no use. That word of God is of no use. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ ആത്മാവിൽ നിറയപ്പെട്ട പത്രോസ് എഴുന്നേറ്റു എന്ന് പ്രസംഗിച്ചപ്പോൾ കേട്ടുനിന്നവർ പറയാണ്, അവൻ പ്രസംഗിച്ചപ്പോൾ അവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. എവിടെ കൊണ്ടു? ഹൃദയത്തിൽ കൊണ്ടു. And we see as Peter stood up in Acts chapter 2, and as Peter was speaking to the crowd, the people say it pricked to their heart. യോഹന്നാൻ സ്നാപകന്റെ പ്രസംഗം കേട്ടപ്പോൾ പുസ്തകം പറഞ്ഞവരുടെ ഹൃദയത്തിൽ കലക്കമുണ്ടായി. And we see as John the Baptist was speaking, the people there were disturbed in their heart. പോളിന്റെ പ്രസംഗം കേട്ടപ്പോൾ ദേശാധിപതിയായ ഫെസ്തോസിന്റെ ഹൃദയത്തിൽ നടുക്കമുണ്ടായി. ഇവിടെ എല്ലാം നിങ്ങൾ കേട്ടോ, എവിടെയെല്ലാം നടക്കുന്നത് ഹൃദയത്തോട് ബന്ധപ്പെട്ടാണ്. And as we see even when Paul was speaking, we see that the kings, their hearts were changed. ശ്രദ്ധിക്കണം, രണ്ടാമത്തേത്
ഹൃദയങ്ങളെ അറിയുന്ന ദൈവമാണ്. And the second thing we have to understand is this God knows our heart. അഭിനയം ഇതിനകത്ത് പറ്റില്ല. And acting will not work. അല്ല, ഇതിനകത്ത് അഭിനയത്തിന് 0 മാർക്കാണ്. And there is 0 mark for acting in this place. ഇവിടെ ഹൃദയത്തിനാണ് 100 മാർക്ക്. And your heart gets the complete 100 marks. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ കപട ഭക്തിക്കാരെ പോലെ ആകരുത്. And that's why Jesus says when you pray, don't be like the hypocrites. ഉപവസിക്കുമ്പോൾ കപട ഭക്തിക്കാരെ പോലെ ആകരുത്. Oh, when you fast, don't be like the hypocrites. കാരണം ഇത് ആക്ടിങ്ങിന്റെ ഇടമല്ല ഇത്. Oh, this is not a place for acting. നിനക്കുള്ളത് വെളിപ്പെടുത്ത്. And whatever you have, reveal. Let കാരണം it be നിന്റെ revealed. ഹൃദയത്തെ അറിയുന്ന ഒരു ദൈവമുണ്ട് ഇവിടെ. Oh, because there's a God who sees your heart and His presence is here. 3 ഹൃദയത്തെ And ശുദ്ധീകരിക്കുന്നവനാണ്. the third is a God who purifies our heart. നിന്നെ ഈ വചനമെല്ലാം കേൾപ്പിക്കുന്നത്, And these words are being told to you. ഈ വചനം നമ്മളോട് സംസാരിക്കുന്നത് And as this word speaks to us, നമ്മളെ ശുദ്ധീകരിക്കാനാണ്, oh, it is to purify us, നമ്മളെ കഴുകാനാണ്, oh, to cleanse us, നമ്മളെ വീണ്ടെടുക്കാനാണ്. to redeem us. ഇതിന്റെയൊക്കെ പിൻപിൽ ആഗ്രഹം എന്താണെന്നറിയാമോ? ഒരു അത്ഭുതം നടക്കണം. And what is the desire of God behind all this is let there be a big miracle. അതാണ് ആ ഭവനത്തിൽ സംഭവിച്ചത്. And that is what took place in that home. കൊർന്നല്യോസിന്റെ ഭവനത്തിലെ സംഭവം അതാണ്. And that is what took place in the house of the Cornelius. ഒരു ചരിത്രം തുടങ്ങുന്നത് 10-ാം അധ്യായത്തിലാണ്. And a great history starts in chapter 10 of Acts. അല്ല, ഒരു യഹൂദന്റെ വീട്ടിൽ നടന്ന കാര്യമല്ലത്. And it is not something which took place in the house of a Jewish person. യഹൂദൻ അല്ലാത്തൊരുത്തന്റെ വീട്ടിൽ നടന്ന സംഭവം. And this is an incident which took place in the house of a Gentile man. ഒരു അധ്യായത്തിൽ മുഴുവൻ രേഖപ്പെടുത്തിയിരിക്കുക. And it is mentioned in a complete chapter. 48 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുക. And in 48 verses in chapter 10 it's all mentioned. അവിടെ കൊണ്ടും തോന്നുന്നില്ല. 11-ാം അധ്യായത്തിലും 13-ാം അധ്യായത്തിലും 15-ാം അധ്യായത്തിലും അതേ കാര്യം, അതേ കുടുംബത്തിന്റെ കാര്യം, അവിടെ നടന്ന കാര്യം ആവർത്തിച്ച് പറയുന്നു. കാര്യം എന്താ? ആ ഭവനം ആത്മാവിറങ്ങിയ ഭവനമാണ്. And we see in chapter 11 and the coming chapters, the next chapters, all speak about what took place in that house because it was the work of the Holy Spirit. അവിടെ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്. 10-ാം അധ്യായത്തിൽ അവർ വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് ആ വീട്ടിനകത്ത് ഇറങ്ങി വന്നു. And in chapter 10 we read like this: as they were hearing from the word of God, the Holy Spirit came upon them. കേൾക്കുന്നത് ഇവർ 2-ാം അധ്യായത്തിൽ മർക്കോസിന്റെ മാളികമുറിയിൽ ഇറങ്ങി വന്നു. പിന്നീട് അവിടെ അവസാനിച്ചില്ല. നോക്കിയാട്ടെ, 10-ാം അധ്യായത്തിൽ കൊർന്നല്യോസിന്റെ വീട്ടിൽ ഇറങ്ങി വന്നു. And we see in Acts chapter 2 on the upper room, the Holy Spirit which came, it did not stop. Again in chapter 10, Acts chapter 10 verse 44, we see the Holy Spirit came on all those who heard the message. എന്റെ ദൈവത്തിന് മുഖപക്ഷമില്ല. My God is not a partial God. ആര് വചനത്തിന് മുമ്പിൽ വിറയ്ക്കും? And whoever trembles in front of the word, ആര് ദൈവവചനത്തിന് മുമ്പിൽ സമർപ്പിക്കും? or whoever comes with the submissive heart, ആഗ്രഹത്തോടെ അതിനു വേണ്ടി കാത്തിരിക്കും. and all those who wait eagerly, അവരുടെ ഭവനത്തിനകത്ത് ദൈവാത്മാവ് ഇറങ്ങി the വരും. Holy Spirit will come in their home. അവിടെ ദൈവകൽപ്പനകൾ അനുസരണമായി മാറും. And there you will see the word of God will be obeyed. ആ ഭവനങ്ങൾ അത്ഭുത ഭവനങ്ങളായി മാറും. And those homes will become a reason of wonder. അവരുടെ ജീവിതം ഒരു ചരിത്രമായി Oh, രേഖപ്പെടും. their life will become a history. കണ്ണുകളെ അടച്ചാട്ടെ. Let's all close our eyes. എനിക്ക് അതിന്റെ ബാക്കികൾ ഒത്തിരി കാര്യങ്ങൾ പറയണം, പക്ഷെ അതെല്ലാം ഞാൻ കട്ട് ചെയ്യുകയാണ്. A lot of things I want to speak, but I'm cutting short. നമ്മുടെ ഭവനം ഒരു ആത്മനിർവ്വള ഭവനമാകട്ടെ. Let our homes become a place where Holy Spirit നമ്മുടെ dwells. സഭ ഒരു ആത്മനിർവ്വള Church സഭയാകട്ടെ. become a place where Holy Spirit richly ഈ dwells. ദിവസങ്ങളിലെ പ്രാർത്ഥന അതായി മാറട്ടെ. And let our prayers these days be like that. കർത്താവേ, ആത്മാവിൽ നിറയ്ക്കണമേ. And God, fill us with your എന്റെ Spirit. ഭവനത്തെ ആത്മാവിൽ നിറയ്ക്കണമേ. God, fill my home with your Spirit. ഞാൻ ആത്മാവിൽ പൊതിയപ്പെട്ടവനായി Oh, മാറണം. let me be covered by the Holy Spirit. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? How many of you have the ഞാൻ നിങ്ങളെ desire? അനുഗ്രഹിച്ച് കടന്നു പോകാൻ പോകുകയാണ്. And as I leave, I want to bless you. അങ്ങനെയുള്ളവർക്ക് പ്രാർത്ഥന ആവശ്യമുള്ളവർ മാത്രം കാര്യങ്ങൾ And ഉയർത്താം. all those who want that prayer may raise your hand. പരിശുദ്ധ പിതാവേ, തിരുപാദപീഠത്തിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് കടന്നു വരുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ ഞാൻ ഇവരെ അനുഗ്രഹിക്കുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടും. അവരുടെ ഭാവി അനുഗ്രഹിക്കപ്പെടും. നിങ്ങളിൽ ആത്മനിറവ് വെളിപ്പെടും. ആത്മശക്തിയാൽ നിങ്ങൾ നടക്കും. ആത്മാവിന്റെ അത്ഭുതങ്ങൾ നിങ്ങളുടെ ഭവനത്തിൽ വെളിപ്പെടും. അങ്ങനെ സംഭവിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.